ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൻമാർക്കിൽ നിന്നാണ്. ആൻഡ് വി ആർ ഹെഡിങ് സ്ട്രേറ്റ് ടു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ യൂറോപ്പ്. അതാണ് പ്രാഗ്. പ്രാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്. അങ്ങനെ ഫ്യൂ അവേഴ്സ് ഓഫ് ട്രാവൽ നമ്മളിതാ പ്രാഗ് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ 24 അവർ ടിക്കറ്റ് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 24 അവർ ഏത് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേ പ്ലേസിലോട്ട് പോവുകയാണ്. നമ്മൾ മെട്രോയിൽ വരുമ്പോഴേക്കും മ്യൂസിയം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ booking.com വഴി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഒരു 4-5 പേരാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി 2 റൂമായിട്ടുള്ള ഒരു ഫാമിലി അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു അപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി നല്ല അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഭയങ്കര സ്പേഷ്യസും ഭയങ്കര കംഫർട്ടുമായിട്ട് ഒത്തിരി സ്പേസ് ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്നൊരു പവർ നാപ്പ് എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും പ്രാഗ് കറങ്ങാൻ പോവാണ് ഈവനിങ്. ഒരു ക്വിക്ക് റെസ്റ്റിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ പ്രാഗിലുള്ള ഒരു ഈവനിങ് വേസ്റ്റ് ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നാഷണൽ മ്യൂസിയം. അപ്പോൾ നമ്മൾ നാഷണൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര അടിപൊളി ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഒത്തിരി ലെങ്ത് ഉണ്ട് ഇത് സംഭവം. നമുക്ക് ചുറ്റി നടന്നൊന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട് നാഷണൽ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറിയില്ലെങ്കിലും ഭയങ്കര വെർത്താണ്. പുറത്തുകൂടി നമ്മളതിനെ കാണുന്നത് തന്നെ. ഈ ഒരു നാഷണൽ മ്യൂസിയമാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററിനെയും അവരുടെ കൾച്ചറിനെയും അവരുടെ സയൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിക്കൽ ഒരു സാധനമാണ് ഈ ഒരു നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഈ മ്യൂസിയം ഉള്ളത് ഒരു മെയിൻ സ്ക്വയറിൽ തന്നെയാണ് കേട്ടോ. ആൻഡ് ഓൾസോ മ്യൂസിയം മെട്രോ സ്റ്റേഷൻ്റെ മുകളിലാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ കാര്യങ്ങളും ഉള്ളത്. ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ഇവിടെ ലൈറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സിറ്റി വ്യൂ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇത് ക്രിസ്മസ് ടൈമാണ്. ഞാൻ ക്രിസ്മസ് വീക്കിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മ്യൂസിയം കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തോട്ട് പോകാനും നമുക്ക് അത്യാവശ്യം നല്ല ഫ്രീക്വൻറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. മെട്രോ ആയിക്കോട്ടെ, ഇതുപോലെ ട്രാമുകൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ട്രാമിൻ്റെ ഒരു വ്യൂ നമ്മൾ ഇതുപോലെ ട്രാം ഇതിനു മുമ്പ് കണ്ടത് ഹംഗറി ബുദാപെസ്റ്റിൽ പോകുമ്പോഴേക്കും യെല്ലോ കളറിലെ കുറേ ട്രാംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ റെഡ് കളറാണ് ഇവിടുത്തെ ട്രാംസിൻ്റെയൊക്കെ ഒരു കളറ്. പക്ഷേ അത് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാംസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചാൾസ് ബ്രിഡ്ജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദ ഓൾഡ് സ്റ്റോൺ ബ്രിഡ്ജാണ് യൂറോപ്പിലെ. ഇത് ഓൾഡ് ടൗൺ സ്ക്വയറിനെയും മാലാസ്ട്രാന എന്ന് പറയുന്ന ഒരു പ്ലേസിനെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോൺ ബ്രിഡ്ജ് ഉള്ളത്.
അത്യാവശ്യം സ്പോട്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. എസ്പെഷ്യലി ഇതൊരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. എങ്കിലും സ്ട്രീറ്റ് എല്ലാം ഫുൾ വൈബിലാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്ന ഇതാണ് ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രി. അതിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ പോലെയാണ്. വേറെ ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണോ അതെന്തെങ്കിലും ഒരു കൾച്ചറാണോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല. ഓരോ ലാംപ്സും അവിടെ ലൈറ്റപ്പ് ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര ഒരു സംഭവമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ലാമ്പുകളെല്ലാം അവരിങ്ങനെ ലൈറ്റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് എനിക്ക് തന്നെ ഈവനിങ് അതിങ്ങനെ ലൈറ്റപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മറ്റാന്ന് തോന്നുന്നു. നമ്മൾ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും അത് കണ്ടായിരുന്നു. ഈ ഒരു ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലൈറ്റ്സും പിന്നെ ബോട്ട്സൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി സ്റ്റോൺ കൊണ്ടിട്ടുള്ള ബ്രിഡ്ജാണ്. ഇത് കൂടുതലും ക്രിസ്ത്യാനിറ്റീനെയാണ് കാണിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അതായത് ആ ഒരു ലൈനപ്പായിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അതായത് ക്രിസ്ത്യാനിറ്റി റിലേറ്റഡ് സ്റ്റാച്യൂസാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന നാഷണൽ മ്യൂസിയത്തിലുള്ള കുറേ സ്റ്റാച്യൂസിൻ്റെ റിപ്ലിക്കകളാണ് ഇവിടെ ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 30 സ്റ്റാച്യൂസാണ് ഈ ഒരു പാലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോഴും പാലത്തിലോട്ട് കയറിയിട്ടില്ല. പാലത്തിന് മുമ്പുള്ള എൻട്രിയിൽ നിന്ന് നമ്മൾ പാലത്തിൻ്റെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രിഡ്ജിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ മേളിൽ ഒരുപാട് ഇതുപോലെ സ്കെച്ചസ് ചെയ്ത് കൊടുക്കുന്ന കാർട്ടൂൺസൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ബ്രിഡ്ജ് നല്ല ക്രൗഡഡ് ആയിരുന്നു. ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂവും നെക്സ്റ്റ് ലെവൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കാണുന്നത് ആ ഒരു റിവറാണ്. ആ റിവറിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ. അതിലേക്കൂടി ആണ് നമ്മൾ നേരത്തെ കണ്ട ബോട്ടുകളൊക്കെ പാസ് ചെയ്യുന്നത്. അത്രയും സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബോട്ട്സ് എല്ലാം ഭയങ്കര ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബോട്ട്സാണ്. അപ്പോൾ അതിനകത്തൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബോട്ട്. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലഡിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലഡിൻ്റെ ടൈമിൽ ഇവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവരുടെ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റാച്യൂസ്. ഓൾമോസ്റ്റ് 13 സ്റ്റാച്യൂസ് ആണ് ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലുമായിട്ട് അവർ ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയ സ്റ്റാച്യൂസ് ആണ് കേട്ടോ എല്ലാം. ഇതെല്ലാം അവരുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള അതേ സ്റ്റാച്യൂവിൻ്റെ റെപ്ലിക്കയാണ്. ഒറിജിനൽ സ്റ്റാച്യൂസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതെല്ലാം സെയിം റെപ്ലിക്ക സ്റ്റാച്യൂസാണ്. ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേക സ്റ്റാച്യൂവിൽ നമ്മൾ ടച്ച് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ വീണ്ടും പ്രാഗിലോട്ട് വരും എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ആൻഡ് ഓൾസോ ഇറ്റ് ബ്രിങ്സ് സക്സസ് ആൻഡ് ലക്ക്. Stories that linger on the breath.
അങ്ങനെ നമ്മൾ ചാൾസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് മാലാസ്ട്രാന. മാലാസ്ട്രാന എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര്. ഇവിടെ അത്യാവശ്യം പ്രാഗിൻ്റെ ഒരു സിറ്റി വ്യൂവും നല്ല സ്ട്രീറ്റ്സും ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. ഷോപ്പിംഗ് സ്ട്രീറ്റ്സും ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. അത്യാവശ്യം ഭയങ്കര ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. So here come the most excited and surprised part of the trip. അപ്പം നമ്മളിതാ ഡയറക്റ്റായിട്ട് കഞ്ചാവ് കണ്ടിരിക്കുകയാണ്. ഇതാണ് കഞ്ചാവ് പ്ലാന്റ്. അപ്പോൾ കഞ്ചാവിൻ്റെ പ്ലാന്റ് ഡയറക്റ്റ് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ കണ്ടോളൂ. ഇതാണ് കഞ്ചാവിൻ്റെ പ്ലാന്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഡയറക്റ്റ് കാണുന്നത്. ഇവിടെ കഞ്ചാവ് അഥവാ കനാബിസ് ലീഗലൊന്നുമല്ല, കംപ്ലീറ്റ്ലി പാർഷ്യലി ലീഗലാണ്, പക്ഷേ കംപ്ലീറ്റ്ലി ലീഗലല്ല. എങ്കിലും ഇവിടെ ഒരുപാട് ഷോപ്സിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു പടം കാണുന്നുണ്ട്. ഉള്ളിൽ അതിൻ്റെ പ്രൊഡക്ട്സും ഒക്കെ ആയിരിക്കും. നമ്മൾ എല്ലായിടത്തും കയറി നോക്കിയില്ല, പക്ഷേ നോർമൽ നമ്മളൊരു സൊവനിയർ ഷോപ്പിൽ കയറിയാൽ പോലും ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് കറക്റ്റ് ഈ ഒരു ഫോമിലൊന്നും ആയിരിക്കില്ല സെല് ചെയ്യുന്നത്, പല പ്രൊഡക്ട്സ് ആയിട്ടായിരിക്കും സെല് ചെയ്യുന്നത്. നമ്മളിതൊരു കനാബിസ് ഷോപ്പിലല്ല കയറിയത്, ഇതൊരു നോർമൽ സൊവനിയർ ഷോപ്പാണ്. പക്ഷെ നമുക്ക് ഇവിടെ അത് ക്രഷ് ചെയ്യുന്ന ടൂൾസ്, അതിൻ്റെ ചോക്ലേറ്റ്സ്, ക്യാൻഡീസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ പ്രൂവൺ കഞ്ചാവ്. ടാഗ് യുവർ കഞ്ചാവ് ഫ്രണ്ട്. അങ്ങനെ നമ്മൾ മാലാസ്ട്രാന സ്ട്രീറ്റുകളും അവിടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും എല്ലാം കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്തോട്ട് നടന്നു. കുറേ ക്രിസ്മസ് വ്യൂസൊക്കെ കാണാമെന്ന് വിചാരിച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ വന്നു. ഇവിടെയും സിറ്റി വ്യൂ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു ട്രാം കയറാൻ വേണ്ടിയിട്ട് നിന്ന സ്ഥലത്തുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ട്രീ. ഈ ഒരു ട്രീയിൽ ഞാൻ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാങ്ങിങ് ഇല്ലേ, അതിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങിൽ ആ ബോൾസിലൊക്കെ കുറേ മെസ്സേജസും അവരുടെ വിഷസും ഒക്കെ എഴുതി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇവിടെ. അവർ പല ബോൾസിലും അവരിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതൊരു പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു KFC ആയിരുന്നു അത്. അവിടെ ഒരു മലയാളി ഒരു കുട്ടീനെ നമ്മൾ മീറ്റ് ചെയ്തു. അവൻ അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു, പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു ചെറുക്കനായിരുന്നു. അപ്പോൾ അവൻ നമുക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു പ്ലേസ്. ഇവിടെ അത്യാവശ്യം ക്രിസ്മസ് വൈബൊക്കെ ഉണ്ട്, ഒരു ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആരും തന്നെ ട്രൈ ചെയ്തില്ല ഈ പ്രാവശ്യം, പക്ഷെ നമ്മൾ എന്തായാലും ഐസ് സ്കേറ്റിംഗ് ട്രൈ ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഐസ് സ്കേറ്റിംഗ് ഒക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. കുറേ ആൾക്കാരൊക്കെ ന്യൂ ആയിട്ട് പഠിക്കുവാണ്, സൈഡിലൊക്കെ കൈയൊക്കെ പിടിച്ച് പഠിക്കുന്നവരും എക്സ്പേർട്ടായിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ഇന്നത്തെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരു സ്ഥലമാണ്. നമ്മൾ ആ കണ്ടുമുട്ടിയ ആ ഒരു മലയാളി ബോയ് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ശരിക്കും വെർത്തായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയ ആ മ്യൂസിയത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ക്വയറിൽ തന്നെയായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. ഇവിടെ ഓരോ അടിപൊളി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും കുറച്ച് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വിൻ്റർ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഹോട്ട് വൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്ലൂ വൈൻസ് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അടിപൊളി സിറ്റി വ്യൂ ആയിരുന്നു നമുക്ക് ഇന്ന് ഈ ഒരു ഈവനിങ്ങും ഈ ഒരു നൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസ് വ്യൂവും അടിപൊളി ഒരു ക്രിസ്മസ് ട്രീയും കാണാൻ പറ്റി. അപ്പം നമ്മുടെ പ്രാഗിലെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ പോയിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യും. അപ്പം see you in my next vlog with more contents from Prague. Bye bye.